അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം ഈശോ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. കർത്താവ്, രോഗികളുടെ പീഡിതരുണ്ടായിട്ടുണ്ട് കർത്താവെ, അവരെല്ലാം നീ ആശ്വസിപ്പിക്കണം ഈശോയെ. സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട് ഈശോയെ, സാമ്പത്തിക ബാധ്യതകളുണ്ട് ഈശോയെ, ജപ്തി നടപടി വന്നു പോയവരുണ്ട് ഈശോയെ, ജപ്തി നടപടി അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ, സ്ഥലങ്ങൾ വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് ഈശോയെ, വീട് വിൽക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഈശോയെ, വീട് വിൽക്കാതെ തന്നെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ഈശോയെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പക്ഷേ ക്രിസ്മസ് എന്തോ ഉദ്ദേശിച്ചുകൊണ്ട് കർത്താവ് എന്തോ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന മനുഷ്യരെ കാണുന്നുണ്ട് ഈശോയെ. 6 ദിവസങ്ങൾ നടക്കേണ്ട വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉത്കണ്ഠപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കൃപാസ്ഥാനത്താരെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉദര രോഗികളെ നീ ആശ്വസിപ്പിക്കണേ കർത്താവേ. ശ്വാസകോശ രോഗികളെ നീ സൗഖ്യപ്പെടുത്തണേ കർത്താവേ. തൊണ്ട രോഗികളെ നീ ആശ്വസിപ്പിക്കണേ കർത്താവേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളും പേശികളുടെ ഹൃദയത്തിലും കർത്താവ് രോഗാതുരമായ ഹൃദയങ്ങളുണ്ട് കർത്താവേ, അവിടെ എല്ലാം സ്പർശങ്ങൾ കർത്താവേ. അവിടെ എല്ലാം കർത്താവ് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ് അവരുടെ ജീവിതത്തിലെല്ലാം കർത്താവിൻ്റെ വലിയ ദൈവികമായ ശക്തി അവർക്ക് ആവശ്യിക്കട്ടെ. കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഗർഭാശയ രോഗികൾ, കർത്താവ് സ്രാവരോഗങ്ങളുണ്ട് ഈശോയെ. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, കർത്താവ് എപ്പോഴും ഉദരത്തിൽ നിന്ന് പഴുപ്പ് പോണവരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അറിയാതെ മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ട്. കിടന്ന കിടപ്പിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന അത്രയും ആഗ്രഹം പിടിച്ച് സങ്കടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ സങ്കടത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ മേലെ അങ്ങനെ വലിയ കൃപ നൽകണ കർത്താവേ. സഹായിക്കാൻ ആരുമില്ല എന്ന ഇരുട്ട് ജോലിയുള്ള വീടുകളിൽ മാതാപിതാക്കൾ ജീവിക്കുന്നവർ അവരുടെ ജോലിയുടെ കാഠിന്യം കാരണം അവർ ക്ഷീണിച്ച് വയ്ക്കുകയും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതിരിക്കുകയും അവരുടെ മനസ്സിൻ്റെ ടെൻഷൻ അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ ഉള്ളവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ മക്കളില്ലാത്തവരെ കർത്താവ് മക്കൾ നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർക്ക് വിവാഹം നൽകട്ടെ. വസ്തുപുരയുടെ വിറ്റുമാറാത്തവർ, ഇല്ലാത്തവർ, വീടിരിപ്പ് സ്ഥലമില്ലാത്തവരും എല്ലാം കർത്താവിൻ്റെ നാമം സന്ധിക്കപ്പെടുകയും ആധ്യാത്മികമായ ദാരിദ്ര്യവും പ്രാർത്ഥനക്കുറവും അനുഭവിക്കുന്നവരുടെ മേൽ വിശ്വാസം കുറഞ്ഞിട്ടുള്ള മേലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഒഴുകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ അനുഗ്രഹിക്കപ്പെടട്ടെ.